ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ സൺഡേ ആണ്, രാവിലെ എഴുന്നേറ്റ് ചായ വെച്ച് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഇതായിട്ടുണ്ട്, അത് ചോറ് ഊറ്റി വയ്ക്കുകയാണ്. അതിനിടയ്ക്ക് തലേദിവസം മീൻ കറി വെച്ചത് ബാലൻസ് ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണ നിശ്ചയത്തിന് പോണ കാരണം കൊണ്ട് തന്നെ വലിയൊരു ഒരുക്കങ്ങളൊന്നും വേറെ ചെയ്യണില്ല. രാവിലെ ഒരു പപ്പടം കൂടിയും കാച്ചിയിട്ട് നമ്മൾ ശ്രീകുട്ടന് ചോറ് കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ അവന് വിചാരിച്ചേക്കാളും ഒരു ബസ് മുന്നു പോകണമെന്ന് പറഞ്ഞിട്ട് വേഗം പോവാണ്. അപ്പോൾ ചേട്ടൻ ഇടവഴിക്കൂടെയൊക്കെ പോയി ആ ബസ് പിടിച്ചു കൊടുത്തു. മുന്നത്തെ സ്റ്റോപ്പിൽ പോയി നിന്ന് ബസ് പിടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് വേഗം സ്പീഡിൽ പോണ്, അല്ലെങ്കിൽ പതുക്കെ തപ്പി തടഞ്ഞൊക്കെ പോണ ആളാണ്. അപ്പോൾ ഇന്നങ്ങനെ അവൻ പോയി. ഹലോ, അപ്പോൾ ഞങ്ങളതേ പോകാനൊക്കെ ഒരുങ്ങിട്ടാ. സിന്ദൂരം തുടർന്നില്ല എന്ന് വെച്ചാൽ ഹെൽമെറ്റുമേ ആകെ ആവും. അപ്പോൾ ഈ ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. ഇന്ന് വേറെ ഡ്രസ്സ് ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വന്നിട്ടില്ല. അപ്പോൾ ഇനി തന്നെ ഇട്ടിട്ട് പോവാം. ഇത് ഞാനങ്ങനെ ജോലിക്കൊന്നും മുമ്പ് ഇടാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറങ്ങുകയാണ്. നല്ല മഴയാണ്. അപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ കാര്യങ്ങൾ. വലിയ ഒരുക്കൊന്നൊന്നുമില്ല, ഗെറ്റ് വിത്ത് മീ ഒന്നും കാണിക്കാനുള്ളതായിട്ടില്ല. ഡ്രസ്സും ഒക്കെ ഞാൻ ഉപയോഗിച്ച് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കാരണം പ്രത്യേകിച്ച് പിന്നെ മുഖത്ത് ഞാൻ കാര്യമായിട്ട് ചെയ്യില്ലല്ലോ, ഓർഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ. ഓക്കെ. അപ്പോൾ താലിമാല ഇടാത്ത എന്താണെന്നൊരു ചോദ്യം കണ്ടു. അപ്പോൾ അത് ഇപ്പോൾ പണയത്തിലാണ്. അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് പിന്നെ മറ്റേ സൈസുള്ളതൊക്കെ ഞാൻ ഇടാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര ചൂടായപ്പോഴോ എന്തോ മഴ പെയ്തെങ്കിലും ശരീരത്തിന് തണുപ്പായിട്ടില്ല കേട്ടോ. എനിക്കങ്ങനെ ഓപ്പറേഷനൊക്കെ ചെയ്ത കാരണം എന്തോ എൻ്റെ ശരീരത്തിൽ ചൂട് കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഭയങ്കര ചൊറിച്ചിലും എനിക്ക് കഴുത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ അത് ഇടാത്തത്. ഇപ്പോൾ സാധാരണ ഇങ്ങനെ ഇനിയിപ്പോൾ കുറച്ചാളിങ്ങനെ പോട്ടെ, അപ്പോൾ തണുപ്പായിട്ട് അങ്ങനത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു കൊല്ലം കൂടിയൊക്കെ കഴിഞ്ഞാൽ മാല വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതങ്ങനെ കല്യാണ നിശ്ചയത്തിന് നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ ചേട്ടൻ്റെ മോളുടെ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ കുട്ടീരിയാണ് കേട്ടോ കല്യാണം. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ടും കൂടിയാണ്, കൂട്ടുകാരനും കൂടിയാണ്, അതേപോലെ തന്നെ വല്യച്ഛൻ്റെ മോനുമാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടിയാണ്. അപ്പോൾ അങ്ങനെതാ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വീട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം അടുത്ത് തന്നെയായിരുന്നു വീഡിയോ പിടിച്ച് തന്നാലും അത്ര അങ്ങോട്ട് ഒരു ക്ലിയർ ആയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് പിടിക്കാൻ ഇത്തിരി മടി തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നപ്പോൾ ഉണ്ടല്ലോ എല്ലാവരും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരൊക്കെ വ്ളോഗർമാരാണോ ഇനി സാധാരണ ബന്ധുക്കാർ തന്നെയാണ്, ഇനി വ്ളോഗർമാർ കൂടിയാണോ എന്നൊന്നും എനിക്ക് അത്ര അറിയില്ല. എന്തായാലും എല്ലാവരും പിടിക്കുന്ന കാരണം കൊണ്ട് എനിക്കങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ അതാ മോതിരം ഇടിക്കുകയാണ്. അപ്പോൾ മോതിരം ഇടിക്കുമ്പോൾ മോതിരം ഇടട്ടെ എന്ന് എല്ലാവരോടും അനുവാദം ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇടുന്നത്. എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ ചേട്ടൻ വിരുന്നിനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. മോതിരം ഇടുന്ന പരിപാടി കല്യാണത്തിൻ്റെ അന്നായിരുന്നു കേട്ടോ, വിരുന്നിനായിരുന്നില്ല. അപ്പോൾ അത് കാരണം പുടവൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാരിയൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഒരു കള്ളി സാരികൾക്ക് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് അതേപോലത്തെ കള്ളി തന്നെ ബ്ലൗസൊക്കെ ഇടുമ്പോൾ വിചാരിക്കാറുണ്ട് കേട്ടോ, അതിനൊരു ചാർച്ചിലൊന്നും. ഇത് പക്ഷേ ആ പ്ലെയിൻ ബ്ലൗസായപ്പോൾ അതിന് നല്ല ഭംഗി കൊടുത്തു. പിന്നെ ഇതേപോലത്തെ സാരി തന്നെ ഞാൻ ഓൺലൈനിൽ കണ്ടിട്ട് കുറേ പ്രാവശ്യം വാങ്ങിക്കുന്നു വിചാരിക്കും. പക്ഷേ അതിൻ്റേതായ ബ്ലൗസ് തന്നെ ഇടുമ്പോൾ എനിക്ക് ഭംഗി തോന്നാറില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായി അതിനൊരു പ്ലെയിൻ ബ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും എന്നുള്ളത്. പിന്നെ അതാ തിരിച്ച് ഇങ്ങടും അങ്ങടും ഒക്കെ മോതിരൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ അതാ ചെക്കൻ്റെ സൈഡിലുള്ള ആൾക്കാർ അമ്മയച്ഛനും നാത്തൂനും ഒക്കെ ഇപ്പുറത്തും. പെൺകുട്ടിയുടെ ഒരു അനിയനാണ് ഉള്ളത്, മൂത്ത പെൺകുട്ടിയാണ് കേട്ടോ. അമ്മയച്ഛനൊക്കെ ഇപ്പുറത്തെ സൈഡിലും ആണ് നിൽക്കുന്നത്. അങ്ങനെ ഫോട്ടോഗ്രാഫർമാരൊക്കെ അടുത്ത് നിൽക്കണോണ്ട് നമുക്ക് അത്ര അടുത്തേക്ക് പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് എന്തോ ഒരു ചമ്മലാണ്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങോട്ട് സ്റ്റേജിലേക്കൊക്കെ വിളിച്ചു എന്നുണ്ടെങ്കിലും ഞങ്ങളങ്ങനെ കയറിയൊന്നുമില്ല, അങ്ങോട്ട് നീങ്ങി നിൽക്കുമായിരുന്നു. എനിക്കൊരു മടിയാണ് എപ്പോഴും എന്തിനും പോകുമ്പോഴും കേട്ടോ. ചിലപ്പോഴൊക്കെ എന്നാലും നിർബന്ധത്തിന് പോകാറുണ്ട്. ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഭയങ്കര നമ്മുടെ തൃശ്ശൂരുള്ള ആൾക്കാരാണ് കേട്ടോ അവരൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് ആ സന്തോഷത്തിലാണ് ചേട്ടൻ അവിടെ വർത്താനം പറയണേ. പിന്നെ ഇതാ നാത്തൂൻ്റെ വക ഡ്രസ്സ്, അമ്മായിമ്മയുടെ വക വള, പിന്നെന്താ ചോക്ലേറ്റ്, ഫോണ്, അങ്ങനെ എല്ലാതും കൊടുക്കണ കണ്ടു കേട്ടോ. ഇപ്പോൾ അടിപൊളിയാണല്ലോ, പണ്ടത്തെ പോലെ ഒന്നുമല്ലല്ലോ. എൻ്റെ സമയത്തൊക്കെ ഓരോ ജോഡി ഡ്രസ്സ് കിട്ടിയാലായി അത്രയേ ഉള്ളൂ. ഇപ്പൊക്കെ പക്ഷേ അടിപൊളിയാണ് അല്ലേ, ഇഷ്ടം പോലെ ഗിഫ്റ്റൊക്കെ കിട്ടും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ ചടങ്ങ് ജാതകം കൊടുക്കൽ അവിടെ നടന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇതാ അവർ ഫോട്ടോസൊക്കെ എടുക്കണം. പിന്നെ ഞാനവിടെ വല്ലാണ്ടുള്ള വീഡിയോ എടുത്തില്ല. പിന്നെ ഡ്രസ്സ് മാറിപ്പോൾ ഒന്ന് എടുത്തു, പിന്നെ ഒന്ന് എടുക്കാനായിട്ട് നിന്നില്ല, പിന്നെ മാറിപ്പോയി. പിന്നെ ചേട്ടനെ വിളിച്ചു, വെള്ളം കുടിക്കാൻ വരാൻ പറഞ്ഞു കേട്ടോ.
അപ്പോൾ ഈ ചടങ്ങ് നടക്കുമ്പോൾ നമുക്ക് എന്തായാലും വെള്ളം കുടിക്കില്ലല്ലോ. അങ്ങനെ ഇത് വേണം ഇത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ തരികയാണ്. മിൻറ്റ് ലെമണാണ് ഞാൻ കഴിച്ചത്. പക്ഷെ അത് കയ്പ്പുണ്ടായിരുന്നു. മിൻറ്റ് ലെമൺ എപ്പോഴും അടിച്ച് അപ്പം തന്നെ കഴിക്കണമല്ലോ. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്നിട്ട് വേറെ എന്തോ എടുത്തു കേട്ടോ. പക്ഷെ എന്തോ എനിക്ക് ചേട്ടന് കിട്ടിയത് നല്ല ജ്യൂസായിരുന്നു. പക്ഷെ ഞാനെടുത്ത ചൂസ് ചെയ്ത ഫ്ലേവർ അത്ര നന്നായില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചേട്ടനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞ അവസ്ഥ ഇതാണ്. എന്നാലും പിന്നെ ഞാൻ തന്നെ ഏറെക്കുറെയൊക്കെ പിടിക്കും കേട്ടോ. കൂടുതൽ അങ്ങനെയാണ്. ചെറിയ ഹോളായിരുന്നു. പക്ഷേ ഉള്ളത് നല്ല വൃത്തിക്കും ഫുഡായാലും ഡെക്കറേഷനായാലും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ കുറേ പരിചയക്കാരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അതൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. ഫുഡ് കഴിച്ച് ഇഷ്ടം പോലെ മീനും ചിക്കനും ബീഫും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ചു. അപ്പോൾ അത് ഐസ്ക്രീം ചേട്ടൻ 2 എണ്ണം കഴിഞ്ഞ് 3ാമത്തെ എന്നെക്കൊണ്ട് എടുത്തുകൊണ്ട് കഴിച്ചു കേട്ടോ. ചേട്ടന് ഐസ്ക്രീം പിന്നെയും വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. 3ാമത്തെ ഐസ്ക്രീം കഴിക്കുന്ന ചേട്ടൻ. നല്ല ഷുഗറുണ്ട് ചേട്ടൻ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. ഇത് നിങ്ങൾക്കല്ലെങ്കിലും മധുരം ഇഷ്ടം തന്നെയേ. ചേട്ടന് പാൻറ് ഷർട്ട് ഇടുമ്പോൾ ഭയങ്കര ക്ഷീണം തോന്നുന്നു അല്ലേ? പണ്ട് ഈ ഭയങ്കര ലൂസുള്ളതല്ല ഇട്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചിങ്ങനെ ഇതായിട്ടുള്ളതല്ല, സ്കിന്നായിട്ടുള്ളതൊക്കെ ഇടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ചൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ പണ്ടത്തെക്കാളൊക്കെ. ഇനി വരുമായിരിക്കും, ശരിയാവുമായിരിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് എടുത്തു. പിന്നെ അതാ ചെക്കനും പെണ്ണും വീണ്ടും ഡ്രസ്സ് മാറിയിട്ടാണ്. നല്ല ഭംഗിയുണ്ട് ഉടുപ്പ് വീണ്ടും. പിന്നെ അതൊക്കെ പിടിച്ച് പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടിയൊക്കെ പരിചയക്കാരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് ചുറ്റിക്കളിച്ച് നിന്ന് പിന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ അങ്ങനെ പോന്നപ്പോൾ ബൈക്ക് മേടിക്കുമ്പോൾ ചേട്ടൻ അങ്ങനെ കുറേ നേരം വെലങ്ങുന്നിലേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ വെലങ്ങുന്നിലേക്ക് പോകാൻ അവിടെ ചെന്ന് ഭയങ്കര വഴുക്കലാവും, ഒരു മഴയല്ലേ. വെലങ്ങുന്ന് അവിടെ അടുത്താണ്, പക്ഷെ മഴയായതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ശ്രീകുട്ടൻ്റെ അടുത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ സീമാസിലേക്ക് കയറി കേട്ടോ. അങ്ങനെ അവൻ കുർത്തി സെക്ഷനിലാണ് ഉണ്ടായിരുന്നത്. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര ക്ഷീണത്തിൽ നിൽക്കായിരുന്നു കേട്ടോ. നമ്മുടെ അമ്മമാർക്ക് മക്കളെ ജോലി ചെയ്യണമ്പോൾ ഒരു വിഷമല്ലേ. എനിക്കും സത്യത്തിൽ ഒരു വിഷമം തന്നെയാണ് കേട്ടോ തോന്നിയത്. ഫുഡ് കഴിക്കാണ്ട് നിൽക്കണത് കൊണ്ടോ എന്തോ എന്നറിയില്ല. 2ാം ട്രിപ്പിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞു. ആദ്യം വേണമെങ്കിൽ കഴിക്കായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിത്തിരി വിഷമം തന്നെയാണ് തോന്നിയത്. അതെല്ലാം പിന്നെ അവിടെ വെച്ച് കൂട്ടുകാരിനെ കണ്ടു. ഓഫീസിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഒരുമിച്ച് ഷേപ്പൊക്കെ ആക്കിയിട്ട് കാണിച്ചു തരാം. എനിക്ക് ചുരിദാർ, ചേട്ടന് ചേട്ടൻ്റെ പാൻറ്റ്, ശ്രീകുട്ടനൊരു കുർത്തി, പിന്നെ അമ്മയ്ക്ക് 2 നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീകുട്ടൻ ജോലി കിട്ടിയിട്ടൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏതായാലും ഡിസ്കൗണ്ടും അല്ലേ, പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആർക്കും ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതോടുകൂടി അമ്മയ്ക്കും കൂടി ഒന്ന് വാങ്ങിച്ചു. അപ്പോൾ അത് അമ്മേരെ അളവ് ഉടുപ്പ് വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ ചേട്ടൻ്റെ അടുക്ക്. അപ്പോൾ അമ്മേനെ കണ്ടില്ല എന്ന് കാണിക്കണില്ല, വിശേഷം പറയണില്ല എന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ എടുത്തത്. എന്താ വെച്ചാൽ അമ്മയ്ക്ക് അത്ര ഇഷ്ടമില്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. അത് കാരണം കൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പൂച്ചേനെ കാണാൻ വരാണ് കേട്ടോ. ശരിക്കും ഞങ്ങളുടെ ചേട്ടൻ്റെ മോളെന്ന് പറഞ്ഞത് ഇവളാണ്, നിവേദിയാണ് കേട്ടോ. ഇവളുടെ കല്യാണമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വ്ളോഗൊക്കെ ആക്കി സൂപ്പറാക്കി വെക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്നൊന്നും അറിയാം പോലെ. ഇപ്പോൾ ആയിട്ടൊന്നുമില്ല, ഇപ്പോൾ പഠിക്കാണ് അവൾ. അങ്ങനെ ഞങ്ങൾ പൂച്ചേനെ കാണട്ടെ. അവളതായിരിക്കും എടുത്തിട്ട് അവരൊക്കെ ഞാൻ പേടിച്ചത്. നിവേദിനെ കണ്ട പേടിച്ചതാ. അവള് പേടിച്ചതാ. തൊടണ്ട. ഇപ്പൊ മനുഷ്യന്റെ കൈ തൊടണം നല്ലതല്ല. അയ്യോ തൊടല്ലടാ. നല്ല കുട്ടികളൊക്കെ അല്ലേ. അമ്മയുണ്ടോന്ന് വെച്ചിട്ട് അമ്മേനെ തപ്പി പോണതാ. തൊടണ്ട, അതിനെ പേടി. പിന്നെതാ ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നു. ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല, പണികൾ കിടക്കണമെന്നുള്ളൊരു മനസ്സമാധാനക്കേട്. അപ്പോൾ
ആദ്യത്തിന് ഡ്രസ്സ് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട, എനിക്ക് ബേക്കറിയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പലഹാരങ്ങൾ അരിയുണ്ട പൊരിയുണ്ട അത് ഇതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. പിന്നെ സോപ്പും പൊടിയും കഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അലക്കാനുണ്ടായിരുന്നു കുറേ. അപ്പോൾ അതാ പോയി അവന് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവന് ഇഷ്ടപ്പെട്ട തരത്തിലുള്ളതൊക്കെ വാങ്ങിച്ചു കൊണ്ടു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം അലക്കാനായിട്ട് നിന്ന്. നല്ല മഴയല്ലേ, എത്ര അലക്കിയിട്ടാലും ഉണങ്ങണില്ല കേട്ടോ. എല്ലാവരുടെയും അവസ്ഥ അതൊക്കെ തന്നെ. നമ്മൾ വെള്ളം വന്നു കഴിഞ്ഞാൽ അകത്ത് കൊണ്ടിടുക. പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ച് വാരി ഒന്ന് തുടച്ച് എടുക്കുകയാണ് കേട്ടോ. ബാത്റൂം കഴുകാനായിട്ട് പറ്റിയില്ല എന്ന് വെച്ചാൽ ഇത്രയും ജോലികൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം വയ്യാണ്ടായി. രാവിലെ തുടങ്ങിയതല്ലേ നമ്മൾ അലച്ചിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു ഹാൾ അങ്ങോട്ട് അടിച്ചു വാരാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവസാനമായപ്പോഴേക്കും എന്നിട്ട് ഹാള് ചേട്ടനാണ് അടിച്ചു വാരിയത്. തുടക്കൽ പിന്നെ ആളങ്ങനെ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തു. തുടക്കലൊന്നും ആളങ്ങനെ ചെയ്യാറില്ല. വേണ്ടി വന്നൊക്കെ ചെയ്യണമല്ലേ, നിവൃത്തിയൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് തീരെ വയ്യാണ്ടായി ഒന്ന് തുടക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ വേണ്ടി വന്നാലൊക്കെ ചെയ്യണം. ഇത് പക്ഷേ ഞാൻ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വീണ്ടും പുട്ടുണ്ടാക്കാനായിട്ട് അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടിരുന്നത്. പിന്നെ കല്യാണ നിശ്ചയത്തിന് പോണ കാരണം കൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചാൽ ആകെ തിക്കും തിരക്കാവും എല്ലാതും കൂടിയാകുമ്പോൾ. അപ്പോൾ രാവിലെ അങ്ങനെ ജോലി ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാലത്ത് അങ്ങനെ ഒരു എളുപ്പപ്പണിയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ വെട്ടി അതിൽ വെള്ളമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതൊക്കെ കുടിച്ചു. ആദ്യമൊന്നും ഞാനങ്ങനെ കുടിക്കാറില്ല കേട്ടോ. ഇപ്പോൾ പിന്നെ ഇടയ്ക്ക് വന്നൊരു ശീലമാണ് അങ്ങനെ വെള്ളം കുടിക്കൽ. നല്ല വെള്ളമൊക്കെ വെച്ചാൽ അടിപൊളിയാണ്. ഇത്തിരി തൊപ്പം പിടി ഉണ്ടല്ലോ എന്ന് സംസാരിക്കണേൽ ഇത്തിരി സമയം കടന്നു കേട്ടോ ഞാൻ ഈ എഡിറ്റ് ചെയ്ത് ശബ്ദം കൊടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ കുറേ സമയം ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ എന്താണെന്നറിയോ ഞാൻ കാണിക്കുന്നത്, നമ്മൾ നാളികേരം വെട്ടുമ്പോൾ ആ കണ്ണുള്ള ഭാഗമില്ലേ അത് ചെറുതായി കഴിഞ്ഞാൽ നമ്മുടെ ആ മാസത്തെ കുടുംബ ചിലവ് കുറവുണ്ടാവുള്ളൂ എന്ന് എൻ്റെ അമ്മ ചെറുപ്പത്തിൽ പറയുമായിരുന്നു കേട്ടോ. അതിലെന്തെങ്കിലും ശാസ്ത്രമൊന്നും ഉണ്ടാവില്ല, അതെന്താ അങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ആ കണ്ണുള്ള ഭാഗം എപ്പോൾ വെട്ടുമ്പോഴും കണ്ണുള്ള ഭാഗം വലിയ മുറിയായിട്ടാണ് എനിക്ക് കിട്ടാറ്. പ്രാവശ്യം അത് ചെറിയ മുറിയായിട്ട് കിട്ടി. അപ്പം ഞാൻ കാണിച്ചു തന്നെ ഈ മാസം ചിലവ് കുറവാണ്. എവിടെ ചിലവ് കുറവില്ല, നമുക്കുള്ള എല്ലാ ചിലവുകളും എല്ലാ മാസം വരും. അത് നാളികേരം എങ്ങനെ മുറിഞ്ഞാലും വരും. അതങ്ങനെ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കടല വേവിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക്. അപ്പോൾ കടലക്കറി അടുപ്പത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ട് മൂപ്പിച്ചു. പിന്നെ അതിലേക്ക് മസാലകളും എല്ലാതും ഇട്ട് കൊടുത്തു കേട്ടോ. ആദ്യം തന്നെ കുറച്ച് നാളികേരക്കൊത്തും മൂപ്പിച്ചു കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്ത് കറിയിലും ഇങ്ങനെ വറുത്തരച്ച് ഇറച്ചിക്കറി മോഡലിൽ വയ്ക്കണ എന്ത് കറിയിലും ആദ്യം കുറച്ച് നാളികേരക്കൊത്തോട്ട് മൂപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ പൊടികളൊക്കെ ഇട്ട് മൂത്തതിന് ശേഷം ഒരു തക്കാളി സവോളയും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തു. ചെറിയൊരു മസാല വേണമല്ലോ. പിന്നെ കുറച്ച് കടലയും ഒന്ന് അരച്ച് ചേർത്തു കേട്ടോ. കടല ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കടല അരച്ച് ചേർത്തു. അപ്പോൾ ആ ഗ്രേവിക്കൊക്കെ ഒന്ന് ഒരു കുറുതായി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാവരും ചെയ്യണതൊക്കെ തന്നെ, ഇത് വലിയ പ്രത്യേകതയൊന്നുമില്ല, എന്നാലും പറയുമ്പോൾ പറഞ്ഞു പോകണമെന്ന് മാത്രം കേട്ടോ. അങ്ങനെ പുട്ടായിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാ നേരം ചോറാകുമ്പോൾ ആർക്കും അത്ര ഇഷ്ടപ്പെടില്ലല്ലോ. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. ലൈക്ക് അടിക്കാൻ മറന്നു പോരുത്. ലൈക്ക് അടിച്ചാലാണ് അടുത്ത ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ സജസ്റ്റ് ആയിട്ട് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലൈക്ക് അടിക്കാൻ പറയുന്നത്. ലൈക്ക് അടിക്കാൻ ഭയങ്കര പിശുക്കാണ്. ഞാനിങ്ങനെ എടുത്ത് പറയുന്ന വീഡിയോയിൽ എല്ലാവരും ഇത്തിരി കൂടുതൽ ലൈക്ക് അടിക്കും, അല്ലാത്തവർ അടിക്കില്ല. അപ്പോൾ ലൈക്ക് അടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. കമൻ്റ് ഇടാൻ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, നമ്മൾ ടൈപ്പ് ചെയ്യണം, വോയിസ് കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ലൈക്ക് അടിക്കാൻ മാത്രം ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് രക്ഷപ്പെട്ട് പൊക്കോട്ടെ, കൂട്ടുകാരൊന്ന് ലൈക്ക് അടിച്ചോളോ. അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ അടുക്കള ക്ലീനാക്കും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ പുട്ടുപൊടി ബാലൻസ് വന്നു, ഞാനത് പിറ്റേ ദിവസത്തേക്ക് എടുത്തു വെച്ചു. കടലക്കറിയും ബാലൻസ് വന്നു കേട്ടോ. മുഴുവൻ ചിലവായില്ല, കുറച്ച് വെച്ചുള്ളെങ്കിലും മുഴുവനൊന്നും ചിലവായില്ല. ഈ പുട്ടുപൊടി ഇങ്ങനെ പുട്ടുണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, കുറേ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ പറയായിരുന്നത്. ഷോർട്ട് വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട്. എത്ര നേരം വേണമെങ്കിലും നല്ല സോഫ്റ്റ് പുട്ടായിട്ട് ഇരിക്കും കേട്ടോ. ഈ ഒരു പുട്ട് എന്ന് പറയുന്നത് നമുക്ക് വറുത്തരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കണേറ്റും നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ അതിനിടയ്ക്കൊക്കെ ഞാൻ വൈകുന്നേരത്തെ വീഡിയോ ഒക്കെ മിനി വ്ളോഗായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ചില ദിവസം എനിക്ക് തോന്നും ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തോന്നുന്ന ദിവസം ചെയ്യില്ല, പക്ഷേ 1-2 ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്.